ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പൊട്ടാറ്റോ സ്റ്റിക്ക് ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ വേറെയും 2 വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ ഒന്ന് കാണണം. അതിനുവേണ്ടി ഞാനിവിടെ 2 പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കിഴങ്ങ് അതിതുപോലെ നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാതെ വെറുതെ തൊലിയോടെ പുഴുങ്ങിയാലും മതി. എന്നിട്ട് തൊലി കളഞ്ഞ് ഉടച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി അതിലേക്ക് അത് മുങ്ങിക്കിടക്കുന്ന അളവിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് 2 വിസിൽ വെച്ച് വേവിച്ചെടുക്കാം. 2 വിസിൽ അല്ലെങ്കിൽ 3 വിസിൽ വെച്ചിട്ട് ഒന്ന് ആവി പോയതിന് ശേഷം തുറക്കുമ്പോൾ അത് കറക്റ്റായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ഇതത് വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റാം. വെള്ളമില്ലാതെ ഇതുപോലെ കോരി എടുത്തിട്ട് വെള്ളം ഒഴിവാക്കിയിട്ട് പാത്രത്തിലേക്കിട്ട് ഇത് നന്നായി നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടോ കയ്യിൽ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ഇതാ നന്നായി ഉടച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇടുന്നുണ്ട്. പിന്നെ മല്ലിച്ചപ്പ് അത് ഓപ്ഷനലാണ്, ഇല്ലെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. എന്നിട്ടിതുപോലെ നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. പോലെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വെക്കാം ചൂടാവാൻ. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. അത് പൊരിച്ചെടുക്കാൻ അളവിനുള്ള എണ്ണ ഒഴിച്ചാൽ മതി. പിന്നെ ഇതുപോലെ നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കാം. കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണമെങ്കിൽ ഒന്ന് വെള്ളത്തിൽ കൈ നനച്ചിട്ട് ഇതുപോലെ മെല്ലെ ഉരുട്ടി എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഷേപ്പാക്കിയിട്ട് ഇതുപോലെ ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കെല്ലാം അതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഒന്നൊന്നും തട്ടാതെ ഇടണം, ഇല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിച്ച് ഇതാവും. ഒരു 1-2 ഇട്ടാൽ തന്നെ മതി. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് വെന്ത് കിട്ടും. അത് ഒരുപാട് കുക്കാവാനൊന്നുമില്ല. അതിലുള്ള മസാലയൊക്കെ ഒന്ന് ഇതായാൽ മതി. കിഴങ്ങ് ആൾറെഡി വെന്തതാണല്ലോ. ഇനി ബാക്കിയുള്ളതും കൂടെ അതുപോലെ നമുക്ക് പൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണിത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കണ പോലെ തന്നെ അതേ ടേസ്റ്റിലുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ തക്കാളി സോസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല മുരിഞ്ഞ് നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ തൊട്ട് ഇതുപോലെ കഴിക്കാം. വെറുതെയും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ എന്താണെന്ന് നോക്കാം. അത് ഞാനൊരു പൊട്ടാറ്റോ കിഴങ്ങ് മസാലയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഉള്ളി, വലിയ ഉള്ളി, 2 കിഴങ്ങും കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക്, ഒരു ടീസ്പൂൺ ഉപ്പ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് ഇതുപോലെ 1 കപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് 2 വിസിലടിച്ചതിന് ശേഷം നമുക്ക് അത് വേവാനുള്ള ഓരോ കുക്കറിനും ഓരോ അളവായിരിക്കും. അപ്പോൾ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാം കയ്യിൽ വെച്ചിട്ട്. കുറച്ച് ഒരുപാടൊന്നും ഉടക്കണ്ട, ഒന്ന് കുറച്ച് ഉടച്ചിട്ട്
പിന്നെ അതിലേക്ക് അതൊന്ന് താളിക്കാം. ചട്ടി വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട്, കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട്, പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ച കിഴങ്ങ് അതിലേക്ക്, വേണമെങ്കിൽ ഉണക്കമുളകും ഇടാം. ഞാനിപ്പോൾ അതിടുന്നില്ല. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിൻ്റെ കൂടെയും പൂരിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കിഴങ്ങ് മസാല റെഡി ആയിട്ടുണ്ട്. ഉപ്പ് കുറവുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ഒന്ന് നോക്കാം. അടുത്തത് ഞാനൊരു ചിക്കൻ കറിയുടെ ഉണ്ടാക്കുന്നതാണ്. അതായത് ഈ കായ്, മേരക്ക, ചീമക്കായ് എന്നൊക്കെ പറയും ഇവിടെ. അപ്പോൾ അതിട്ടിട്ട് എങ്ങനെ ചിക്കൻ കറി വെക്കുന്നത് എന്ന് ഒന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കന് ഇതുപോലെ നന്നായി കഴുകി വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആ മേരക്ക, ചീമക്കായ് ഒന്ന് തൊലി കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. നമ്മൾ കുമ്പളങ്ങ എല്ലാം ഇറച്ചിയിലിട്ട് വെക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ചട്ടി, കുക്കർ അടുപ്പിൽ വെച്ചിട്ട് ഇതുപോലെ എണ്ണ ഒഴിച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് നന്നായി കുറച്ച് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്ത് അത് നന്നായി ഇളക്കിയതിന് ശേഷം ഇനി അതിലേക്ക് ഇതതുപോലെ നന്നായി വഴറ്റിയിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട്, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 6 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. കാരണം ഞങ്ങൾ തേങ്ങയൊന്നും അരക്കുന്നില്ല, അതുകൊണ്ടാണ്. 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും ഇട്ട്, അപ്പോൾ തേങ്ങ അരക്കാത്തതുകൊണ്ട് കറി വേണമെങ്കിൽ മസാലപ്പൊടി നന്നായി ഇട്ടാലുള്ളൂ നന്നായിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ എന്നിട്ട് ചിക്കൻ അതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച മേരക്കയും അതിലിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട്, ഒരു 2 ടീസ്പൂൺ ഉപ്പിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ഞാനൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ആവശ്യത്തിന് കറി ഉണ്ടാവും അതിലിട്ടോ. അപ്പോൾ ഇതുപോലെ മൂടി വെച്ച് ഇനി നമുക്കിതൊരു 2 വിസിലടിച്ചാൽ മതി. 2 വിസിലിൽ തന്നെ വെന്ത് കിട്ടും. പിന്നെ ഇത് ഗ്യാസ് പോയതിന് ശേഷം തുറന്ന് നോക്കാം. ഇതുപോലെ എപ്പോഴും ചെയ്യണ പോലെ തന്നെ വിസിൽ നമ്മൾ ഇതിലാവി പോകുമ്പോൾ ആണ് ഞാൻ എപ്പോഴും വെച്ച് കൊടുക്കൽ. അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ മൂടി വെക്കുമ്പോൾ തന്നെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വെക്കണം. അപ്പോൾ 3 വിസിലടിച്ച് നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ആ കായ് കുമ്പളങ്ങയൊക്കെ ഇറച്ചിയൊക്കെ വെക്കുന്ന അതേപോലെ തന്നെ ഉണ്ടാവുക. ആവശ്യത്തിന് കട്ടിയുണ്ട്. ഇനി ഇത് ചൂടാറുമ്പോൾ ഇനിയും അത് കുറുകി വരും കേട്ടോ. നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കണം. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.